കരയാതെടി. നെഞ്ചിൽ അടക്കി പിടിച്ചുകൊണ്ട് അജു നിരഞ്ജനയെ ആശ്വസിപ്പിച്ചു. ഇരുട്ടും മുന്നേ അവളെ തിരികെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാൻ വന്നതായിരുന്നു അവൻ. വീട്ടിലറിയാതെ അവിടെ ഒരു ഫ്രണ്ടിനെ കാണാനെന്നും പറഞ്ഞ് ചാടിയതാണ് അവൾ. അതുകൊണ്ട് തന്നെ വളരെ കുറച്ചു നേരം മാത്രം സീതയുടെയും പാറുവിൻ്റെയും അരികിൽ നിന്നിട്ട് അവൾ തിരിച്ചിറങ്ങിയിരുന്നു. ഒട്ടും സഹിക്കാൻ വയ്യെന്ന് തോന്നിയ എന്നെ വിളിച്ചേക്കണം, ഇല്ലെങ്കിൽ ഹരിയേട്ടനെയോ സീതേച്ചിയോ വിളിക്കണം. അജുവിൻ്റെ പതിഞ്ഞ സ്വരം. അവളോളം സങ്കടം അവൻ്റെ നെഞ്ചിലും പെരുകുന്നുണ്ട്. വിട്ടിട്ട് പോകണമല്ലോ എന്നുള്ള വേവലാതിയേക്കാൾ പോയിട്ട് വരും വരെയും അവൾ എന്തെല്ലാം സഹിക്കണമെന്ന ഓർമ്മയിൽ അവൻ്റെ ഹൃദയം വീണ്ടും വീണ്ടും വിറച്ചു. അവൻ്റെ കൈകൾ അവളിൽ കൂടുതൽ മുറുകി. പ്രണയഭാരം കൊണ്ട് രണ്ടുപേരും തളർന്നു പോയിരുന്നു. ഇനി പൊയ്ക്കോ നിമ്മി, നേരം വൈകുന്നു. കൈകളുടെ മുറുക്കം ഒട്ടും കുറയാതെ അവനത് പറയുമ്പോൾ മനസ്സുകൊണ്ട് അവളിൽ നിന്നും അകലാൻ അവന് കഴിഞ്ഞിരുന്നില്ല. നിമ്മി അവനിൽ നിന്നും മാറിയിരുന്നു കൊണ്ട് മുഖം തുടച്ചു. ചുവന്നു വിങ്ങിയ അവളുടെ മുഖം, അപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളിലെ വേദന. അജുവിനുള്ളം വീണ്ടും വീണ്ടും വേദനിച്ചു. ഞാൻ കാത്തിരിക്കും. അവൻ്റെ കവളിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് നിമ്മി പറഞ്ഞു. ആ കൈകളിൽ പിടുത്തമിട്ടുകൊണ്ട് അജു തലയാട്ടി. പോട്ടെ, നിമ്മി പതിയെ പറഞ്ഞു. അവളുടെ കൈ പിടിച്ച് അതിൽ ചുണ്ട് ചേർത്തതിന് ശേഷമാണ് അജു ആ കൈകൾ വിട്ടത്. ഡോർ തുറന്നിറങ്ങി പിന്തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവൾ നടന്നു മറയുന്നത് നോക്കി നിറകണ്ണോടെ ഹൃദയവേദനയോടെ അവനിരുന്നു. തിരികെ അജു എത്തുമ്പോൾ ഫംഗ്ഷൻ നല്ലതുപോലെ കൊഴുത്തിരുന്നു. ആട്ടവും പാട്ടവും ജോറാണ്. 9 മണിയോടെ ഒരുവിധം എല്ലാം അവസാനിച്ചു. അല്ല, അവസാനിപ്പിച്ചു. അങ്ങനെ പറയുന്നതാവും കൂടുതൽ ശരി. യാത്ര പറഞ്ഞുകൊണ്ട് ഓരോരുത്തരായി പിരിഞ്ഞുപോയിക്കൊണ്ടിരുന്നു. വിയർത്ത് കുളിച്ചുകൊണ്ടാണ് മിത്തു കണ്ണൻ്റെ അരികിലേക്ക് വന്നത്. 10:30-ക്കാണ് അവരുടെ ഫ്ലൈറ്റ്. ലഗേജ് എല്ലാം ഹോട്ടൽ റൂമിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്നും അതെടുത്ത് കൊണ്ട് വേണം പോകാൻ. എയർപോർട്ടിലേക്ക് 1/2 മണിക്കൂർ നേരത്തെ യാത്രയുള്ളൂ. കണ്ണനും ഹരിയും കൂടിയാണ് എയർപോർട്ടിൽ കൊണ്ടുവിടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് വേണ്ടെന്ന് പറഞ്ഞത് മിത്തു തന്നെയാണ്. ഒന്നാമതേ രാവിലെ മുതൽ തുടങ്ങിയ ഓട്ടമാണ് നിങ്ങൾ രണ്ടുപേരും. ഇനി ഒരു യാത്രയ്ക്ക് പറ്റിയ അവസ്ഥയല്ല. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും നേരെ വീട്ടിലേക്ക് വിട്ടേക്ക്. എയർപോർട്ടിലേക്ക് ഞങ്ങൾ പോയിക്കോളാം, മിത്തു കട്ടായം പോലെ പറഞ്ഞു. കണ്ണനും ഹരിയും ഒരുപാട് എതിർത്ത് പറഞ്ഞു നോക്കിയെങ്കിലും അവൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നിരുന്നു. ഒടുവിൽ ആദിയും സിദ്ധുവും ആ റോൾ ഏറ്റെടുത്തു. എയർപോർട്ടിൽ അവർ കൊണ്ടുവിട്ടോളാം എന്ന് പറഞ്ഞത് കണ്ണനും ഹരിയും സമ്മതിച്ചു. പാറുവിനാണ് സങ്കടം സഹിക്കാൻ വയ്യാത്തത്. അജുവിനെ ചുറ്റിപ്പിടിച്ചുകൊണ്ടവൾ കരച്ചിലാണ്. നാളെ വൈകിട്ട് അവനരികിലേക്ക് എത്തിപ്പെടാനായേക്കുമെന്നുള്ള വിചാരത്തിൽ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും സീതയുടെ ഉള്ളിലും നോവ് തന്നെയാണ്. ആദ്യമായിട്ടാണ് അവൻ തനിയെ. ആദ്യമായിട്ടാണ് അവനെ പിരിയുന്നത്. 1 ഡേ ട്രിപ്പ് അല്ലാത്തൊരു ടൂറ് പോലും പോവാറില്ല. കാശില്ലാത്തത് പോട്ടെ, ചേച്ചിമാരെ പിരിയാൻ വയ്യെന്നുള്ള കാരണമാണ് ആ തീരുമാനത്തിന് പിന്നിലെന്ന് അവനല്ലാതെ ആർക്കും അറിയില്ല. ഇപ്പോഴും അവൻ കരയുന്നില്ല. ചുവന്നു വിങ്ങിയ മുഖം ഗൗരവത്തിൻ്റെ ഒരു പടച്ചട്ട കൊണ്ട് മൂടി പിടിച്ചിരിക്കുന്നു. പാറു കരയുന്നത് കണ്ടിട്ട് ലല്ലുമോൾക്കും സങ്കടം വരുന്നുണ്ട്. വിങ്ങിത്തുടങ്ങി അവളെ ഹരി എടുത്തു. അവൻ്റെ തോളിൽ കൈചുറ്റിക്കൊണ്ട് അവൾ ചേർന്ന് കിടന്നു. ധൈര്യമായിട്ട് പോയിട്ട് വായിച്ചു. ഹരി അവൻ്റെ തോളിൽ തട്ടി. അവനെ കൂടി സങ്കടപ്പെടുത്തലേ പാറു. ഹരി പറഞ്ഞതോടെ പാറു മുഖം തുടച്ചുകൊണ്ട് അവനിൽ നിന്നും അകന്നു മാറി. പോയിട്ട് വാ. സീതയ്ക്ക് മുന്നിൽ പോയി നിന്ന അവൻ്റെ മുടിയൊന്ന് ചിക്കിക്കൊണ്ട് സീത അവൻ്റെ കവളിൽ തട്ടി. കണ്ണനെ കൂടി നോക്കി കണ്ണുകൾ കൊണ്ടൊരു യാത്ര പറഞ്ഞിട്ട് അജു വേഗം കാറിലേക്ക് കയറിയിരുന്നു. അവൻ്റെ ലഗേജെല്ലാം ഹരി കാറിൻ്റെ ഡിക്കിയിലേക്ക് എടുത്തു വെച്ച് കൊടുത്തു. പെട്ടെന്നങ്ങ് വരില്ലേ കണ്ണാ? ജോൺ കണ്ണനെ നോക്കി ചോദിച്ചു. ഉവ്വ്, നാളെ വൈകുന്നേരത്തേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. കണ്ണൻ അയാളുടെ നീട്ടിപ്പിടിച്ച കൈയിലേക്ക് കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. പോട്ടെ, കാണാം. ഹരിയോടും സീതയോടും പാർവിനോടും കൂടി യാത്ര പറഞ്ഞിട്ടാണ് അയാൾ തിരിഞ്ഞു നടന്നത്. ഒരക്ഷരം മിണ്ടാതെ കണ്ണനെയും ഹരിയെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മിത്തു യാത്ര പറഞ്ഞത്. സീതയോടും പാർവിനോടും നേർത്തൊരു ചിരി മാത്രം. റിമിയുടെ മൗനം അത് അവനെ കൂടി ബാധിച്ചിരിക്കുന്നുവെന്ന് തോന്നി അവർക്കെല്ലാവർക്കും. സോറി. റിമിക്ക് പറയാൻ അപ്പോഴും അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതവരെ ഒരുപാട് വേദനിപ്പിച്ചു. ആർക്കും ഇവിടെ നിന്നോടൊരു വിരോധവുമില്ല റിമി, സ്നേഹം മാത്രമേ ഉള്ളൂ. നീ സോറി പറഞ്ഞ് ഓർമ്മിപ്പിക്കുമ്പോൾ മാത്രമാണ് ഞങ്ങളെല്ലാം അങ്ങനെയൊരു സംഭവം നടന്നത് തന്നെ ഓർക്കുന്നത്. സീത അവളുടെ കവളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഒരുമിച്ച് ഒപ്പം കളിച്ച് വളർന്ന എൻ്റെ ആ പഴയ കൂട്ടുകാരിയോട് എനിക്കിന്നും നിറയെ ഇഷ്ടമാണ്. അതിനിടയിൽ കുറച്ചു കാലം നിന്റെ മനസ്സിൽ കയറി കൂടിയ ആ തെറ്റെന്ന ചെകുത്താനെയാണ് ഞാനടക്കമുള്ളവർ വെറുക്കുന്നത്.
അപ്പോഴും അപ്പോഴും നീ എനിക്ക് പ്രിയപ്പെട്ടവളാണ്. കണ്ണൻ റിമിയുടെ തോളിൽ കൈചേർത്ത് ചുറ്റി പിടിച്ചുകൊണ്ട് പറഞ്ഞു. കഴിഞ്ഞുപോയ എല്ലാ മോശ അനുഭവങ്ങളെയും ഇവിടെ തന്നെ വലിച്ചെറിഞ്ഞു വേണം നീ തിരികെ മടങ്ങുവാൻ. ഞാനങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ പഴയ പോലെയുള്ള എല്ലാത്തിനോടും പൊട്ടിച്ചിത്രി നടക്കുന്ന ആ പഴയ റിമിയായി എനിക്ക് നിന്നെ കാണണം. കുഞ്ഞൊരു ചിരിയോടെ കണ്ണനെ നോക്കിയെന്നല്ലാതെ റിമി അതിനുത്തരമൊന്നും പറഞ്ഞില്ല. 10 മണിയോടെ അവരെല്ലാം ശ്രീനിലയത്തിലെത്തിയിരുന്നു. പോയതുപോലുള്ള എനർജി അവരിൽ ആരിലും അവശേഷിക്കുന്നില്ല. എങ്കിലും സീത ഫ്രഷായിട്ട് വരുന്നത് വരെയും അവരെല്ലാവരും കാത്തിരുന്നു. നിറഞ്ഞ സന്തോഷത്തോടെ സ്നേഹത്തോടെ അവളെ കണ്ണൻ്റെ മുറിയിലാക്കി കൊടുത്തുകൊണ്ടാണ് അവരെല്ലാവരും പിരിഞ്ഞത്. സീത ചെല്ലുമ്പോൾ കണ്ണൻ അകത്തുണ്ടായിരുന്നു, അവളെ കാത്തുന്നതുപോലെ. ഓരോ നോട്ടങ്ങളും ഇടയുമ്പോഴും പൊള്ളുന്നതുപോലെ സീത തല വെട്ടിക്കും. കണ്ണനത് കണ്ടിട്ട് അമർത്തി ചിരിക്കും. കുറച്ചു നേരമായി തുടരുന്ന കലാപരിപാടിയാണിത്. കണ്ണേട്ടാ! ഒടുവിൽ അവൻ്റെ നോട്ടത്തിന് മുന്നിൽ ഇനിയും പിടിച്ചു നിൽക്കാൻ വയ്യുന്നതുപോലെ സീത ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് കയ്യിലുള്ള ചീർപ്പ് മേശയിലേക്ക് വെച്ചുകൊണ്ട് അവനെ നോക്കി. കള്ളച്ചിരിയോടെ കണ്ണൻ അവളെ നോക്കി പിരികമുയർത്തി. കിടക്കയിൽ തലയിണ കട്ടിൽ ക്രോസിനോട് ചേർത്തിട്ട് അതിലേക്ക് ചാരിയാണ് അവൻ ഇരിക്കുന്നത്. ആദിയുടെയും സിദ്ധുവിൻ്റെയും മേൽനോട്ടത്തിൽ മണിയറ നന്നായി അലങ്കരിച്ചിട്ടുണ്ട്. ഓഡിറ്റോറിയത്തിലെ തിരക്കിനിടയിൽ നിന്നും അവരെങ്ങനെ ഇത്രയും മനോഹരമായി ചെയ്തു തീർത്തുവെന്ന് കണ്ണൻ ഓർത്തു. പാതി വിരിഞ്ഞ മുല്ലമൊട്ടുകൾ മേശയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. അവയിൽ നിന്നുള്ള സുഖമുള്ളൊരു ഹൃദ്യമായൊരു ഗന്ധം അവിടമിൽ പൊതിഞ്ഞു നിൽക്കുന്നുണ്ട്. അതിനൊക്കെ പുറമെ കണ്ണൻ്റെ കൊല്ലുന്ന നോട്ടവും ചിരിയും. സീതയ്ക്ക് വെപ്രാളം കൂടി വന്നു. കിടക്കയിൽ ഇരുന്നു കൊണ്ടവൻ അതും ആസ്വദിക്കുന്ന തിരക്കിലാണ്. പതിവ് പോലെ ശാന്തമായിരിക്കുന്ന അവനെ നോക്കുമ്പോഴൊക്കെയും സീതയുടെ ഉള്ളിലേക്ക് പ്രണയമിരമ്പി വന്നു. പക്ഷേ ആ അരികിലേക്ക് പോകാനാകുന്നില്ല. അദൃശ്യമായൊരു മായാവലയത്തിൽ പെട്ടതുപോലെ. നോക്കിയിരുന്ന് നേരം വെളുപ്പിക്കാനാണോടി ദുർഗാലക്ഷ്മി ഞാൻ ഇത്രയും കൊതിച്ച് കാത്തിരുന്ന് നിന്നെ സ്വന്തമാക്കിയത്? കൈനീട്ടിക്കൊണ്ട് കുസൃതിയോടെയുള്ള അവൻ്റെ ചോദ്യം. ആ കൈയിലേക്ക് ചേർന്ന് നിൽക്കാൻ മാത്രം പ്രണയം തുടിച്ചു നിന്നിരുന്നു കണ്ണൻ്റെ വാക്കുകളിൽ. നീ എന്തിനാണ് ലച്ചു ഇത്രയും വെപ്രാളപ്പെടുന്നത്? നമ്മൾ ആദ്യമായിട്ടാണോ ഈ മുറിയിൽ തനിച്ചാവുന്നത്? ആദ്യമായിട്ടല്ല, എൻ്റെ പെണ്ണായിട്ട് നീ എൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നതും. അന്നൊന്നും തോന്നാത്ത ആ ഭയം അതിപ്പോഴെന്തിനാ എൻ്റെ പെണ്ണെ? കാതിൽ തേന്മഴ പോലെയുള്ള അവൻ്റെ വാക്കുകൾ. ഒന്നാകെ തഴുകി തലോടി പോകുന്ന ശ്വാസക്കാറ്റിൻ്റെ കുളിരിൽ അവൾ ഒന്നുകൂടി അവനിലേക്ക് പതുങ്ങി. സീതയ്ക്കുത്തമൻ രാമനായേക്കും, പക്ഷേ ജീവിതത്തിൻ്റെ ഓരോ അണുകൊണ്ടും സീതയെന്ന ഭ്രാന്ത് ഹൃദയത്തിൽ നിറച്ചുവെച്ച രാവണനാവണം എനിക്ക് നിന്റെ മുന്നിൽ. കണ്ണൻ്റെ കൈകൾ അവളുടെ കവിളിൽ ചേർത്ത് വെച്ചു. അസുരനായ രാവണൻ്റെ ചെയ്തികളെ ലോകം കണ്ടിട്ടുള്ളൂ. അതുമാത്രമേ ലോകം അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. സീതയിൽ സ്വയം വീണലിയാൻ കൊതിച്ചൊരു രാവണൻ എന്ന കാമുകനെ ആരും അറിഞ്ഞില്ല. സീതയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഒരുക്കമായിരുന്നു രാവണൻ. വാക്കുകൾ കൊണ്ടൊരു കൊട്ടാരം പണിഞ്ഞിട്ടില്ല എന്നതിനൊപ്പം തന്നെ മറ്റുള്ളവരുടെ വാക്കുകൾ വിശ്വസിച്ച് സീതയെ സംശയിച്ചില്ല. ഒറ്റയ്ക്ക് ഉപേക്ഷിച്ചു പോയിട്ടില്ല. അഗ്നിശുദ്ധി നടത്താൻ ആവശ്യപ്പെട്ടതുമില്ല. പകരം മരണം പോലും ഭയപ്പെടാതെ സീതയെ സ്നേഹിച്ച രാവണനാവണം എനിക്ക്. സീതയ്ക്ക് വേണ്ടി മരിക്കാൻ പോലും മടിയില്ലാത്ത രാവണൻ. വികാരവിക്ഷോഭത്താൽ കണ്ണൻ്റെ സ്വരം വിറച്ചു. സീതയുടെ കൈകളും അവനിൽ മുറുകി. നിറഞ്ഞ സീതയുടെ മിഴിയാഴങ്ങളിൽ അവൻ വീണലിഞ്ഞു പോയിരുന്നു. അവനെന്ന വർണ്ണക്കടലിലെ അലയൊടുങ്ങാത്ത തിര പോലെ അവളും. പ്രണയിക്കപ്പെടാൻ, തമ്മിൽ ആ പ്രണയം പകുത്തു നൽകുവാൻ രണ്ടുപേരുടെയും ഉള്ളം തുടിച്ചു. നേർത്തൊരു ശലഭം പോലെ അവളിൽ പറന്നിറങ്ങിയവൻ. വിരൽത്തുമ്പിൽ പോലും വസന്തമൊളിപ്പിച്ച മായാജാലക്കാരനായിരുന്നു കണ്ണൻ അപ്പോൾ. അവൻ തൊടുമ്പോൾ പൂത്തുലഞ്ഞു പോകുന്നൊരു പൂക്കാലം പോലെ സീതയും. വാക്കുകൾ കൊണ്ട്, നോട്ടം കൊണ്ട് അവൾക്ക് മുന്നിൽ പ്രണയത്തിൻ്റെ രാജകുമാരനായി അവൻ. അന്ന് പ്രവൃത്തികൾ കൊണ്ടും അങ്ങനെയാണെന്ന് തെളിയിച്ചു. അവൻ്റെ പ്രണയമഴയിൽ തളരുമ്പോൾ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടവൻ വീണ്ടും വീണ്ടും അവളിലേക്ക് ആവേശം നിറച്ചു. കൊതിച്ചും കൊതിപ്പിച്ചും അവരാ രാവിനെ കൂടുതൽ കൂടുതൽ മനോഹരമാക്കി. കല്യാണത്തിന് വന്നവരിൽ ഇനിയും മടങ്ങിപ്പോകാത്തവരുണ്ടായിരുന്നു. അവർക്കിടയിൽ നിന്നും ഭദ്രയാണ് പാറുവിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയത്. ഇനി മതി ഏട്ടത്തി, പോയി കിടന്നോളൂ, നേരം ഒത്തിരി ആയില്ലേ? നന്ദിയോടെ ഭദ്രയെ നോക്കുന്ന പാറുവിനോട് അവൾ അലിവോടെ പറഞ്ഞു. ആൾക്കൂട്ടങ്ങളെ പാറു അത്രത്തോളം ഭയത്തോടെയാണ് അഭിമുഖീകരിക്കുന്നതെന്ന് ഇതിനോടകം ഭദ്ര മനസ്സിലാക്കിയിരുന്നു. വല്ലാത്തൊരു അപകർഷതാബോധവും അവളെ അന്നേരം ഭരിച്ചു. ഭയം തുടിക്കുന്ന കണ്ണുകൾ ഒരിടത്തും തങ്ങി നിൽക്കാതെ ഇടം വലം പിടക്കും. പോയി കിടന്നോളൂ.
റൂമിനരികിൽ വരെയും പാറുവിനൊപ്പം ചെന്നിട്ട് ഭദ്ര പറഞ്ഞു. പാറു അകത്തേക്ക് കയറാതെ അവിടെ തന്നെ ചുറ്റിത്തിരിഞ്ഞു. മോള് ഒടുവിൽ പതിയെ ചോദിച്ചു. അവൾ കുഞ്ഞിക്കൊപ്പം എൻ്റെ മുറിയിലുണ്ട്. ഇന്ന് അവിടെ കിടന്നോട്ടെ ഏട്ടത്തി, ഭദ്ര പറഞ്ഞു. അത് വേണ്ടെന്ന് പറയാനും ഞാൻ അരികിലില്ലാതെ അവൾ ഉറങ്ങില്ലെന്ന് പറയാനും പാറുവിലെ അമ്മമ്മനം കൊതിച്ചു. പക്ഷേ അത് പറയാനുള്ള ധൈര്യം അവൾക്ക് അപ്പോഴുണ്ടായിരുന്നില്ല. പറഞ്ഞാൽ അവരെന്ത് കരുതുമെന്ന ഭയമായിരുന്നു മുന്നിട്ട് നിന്നിരുന്നത്. ഭദ്ര തിരിച്ചിറങ്ങിപ്പോയിട്ടും പാറു ആ വാതിലിക്കൽ തന്നെ നിന്നു. എങ്ങാനും ലല്ലുമോളെ കണ്ടാൽ വിളിച്ചുകൊണ്ട് പോകാമെന്ന ചിന്തയോടെ. ഇത്തിരി നേരം കഴിഞ്ഞ് കയ്യിലൊരു ഗ്ലാസ് പാലുമായി ഭദ്ര വന്നതും പാറു വിളറി വെളുത്തുകൊണ്ട് അവളെ നോക്കി. അവർക്കിടയിലൂടെ ഏട്ടത്തിക്ക് ഇതുകൊണ്ട് പോരാൻ ബുദ്ധിമുട്ടാവെന്ന് കരുതിയിട്ടാ ഞാൻ കൊണ്ടുവന്നത്. അകത്തേക്ക് വെച്ചോളൂ, വെറുമൊരു ചടങ്ങായി കൂട്ടിയാൽ മതി. പാറുവിന് നേരെ ഗ്ലാസ് നീട്ടി ഭദ്ര ചിരിച്ചു. കൈയിൻ്റെ വിറയൽ കാരണം പാല് തുളുമ്പിപ്പോകുന്നുണ്ട്. എന്തിനാ ഇത്രയും പേടിക്കണേ? നമ്മൾ അറിയാത്തവരൊന്നല്ലല്ലോ. കൂടെ കൂട്ടിയവരും ഏട്ടത്തിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനല്ലേ. സന്തോഷിക്കല്ലേ വേണ്ടേ? ഇനിയങ്ങോട്ട് ഈ ഏട്ടത്തി ഞങ്ങളിൽ ഒരാളല്ലേ. ഞങ്ങളൊക്കെയും ഏട്ടത്തിയുടെ സ്വന്തമല്ലേ. ഭദ്ര അലിവോടെ അവളുടെ കവിളിൽ തട്ടി. പാറു ഒന്നും പറഞ്ഞില്ല. ഭദ്ര തിരിച്ചുപോയതോടെ വിറച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് കയറി. അനുഭവിച്ചു തീർത്ത ആ അതിരാത്രിയുടെ ഓർമ്മകൾ നീരാളി പോലെ അവളിൽ പിടിമുറുക്കി. അന്ന് അനുഭവിച്ച വേദനകൾ ഓരോന്നും വീണ്ടും ഭയപ്പെടുത്തി. അവൾ ആ കിടക്കയുടെ മൂലയിലേക്ക് ചുരുങ്ങി. മുട്ടുകാൽ മടക്കി അതിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു. എത്ര നേരം ആ ഇരിപ്പ് തുടർന്നു എന്ന് അവൾക്കറിയില്ലായിരുന്നു. ഹരി വന്ന് വാതിൽ തുറന്ന് അകത്ത് കയറിയതും അവൾ ഭയത്തോടെ ചാടി എഴുന്നേറ്റു. ചുവരിലേക്ക് ഒന്നുകൂടി പറ്റിച്ചേർന്നു. ഹരിയുടെ നെറ്റി ചുളിഞ്ഞു. എന്താ പാറു? അവനാദ്യം അവളുടെ അവസ്ഥയെ മനസ്സിലായില്ല. സമയം ഒത്തിരിയായി. നീ എന്താ കിടക്കാഞ്ഞേ? ഞാൻ കരുതി ഉറങ്ങിക്കാണുമെന്ന്. ഹരി ചിരിയോടെ തന്നെ പറയുന്നത് നോക്കി അവൾ ഇരുന്നു. കല്യാണത്തിന് വന്നവരിൽ ഇനിയും തിരിച്ചു പോകാത്തവരുണ്ട്. അല്ലെങ്കിൽ തന്നെ കല്യാണം പെട്ടെന്ന് നടത്തിയ നീരസം അവരിൽ ബാക്കിയാണ്. അതിനിടയിൽ ഞാനിനി പുറത്തിറങ്ങി കിടക്കുന്നത് കൂടി കണ്ടാൽ അത് മതിയാവും. ഇന്നൊരു ദിവസം നീ അഡ്ജസ്റ്റ് ചെയ്യ പാറു. അകത്തേക്ക് വന്നതിൻ്റെ കാരണം വിശദീകരിച്ചു കൊടുത്തതാണ് ഹരി. അവൻ്റെ മുഖത്തെ ചിരിയിൽ പാറുവിൻ്റെ ഹൃദയം ശാന്തമായി മിടിക്കാൻ തുടങ്ങി. അവളെ പൊതിഞ്ഞു നിന്നിരുന്ന ഭയത്തിൻ്റെ പടച്ചട്ട പൊഴിഞ്ഞു വീണിരുന്നു. കിടന്നോ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ഹരി എഴുന്നേറ്റു. മോളെവിടെ? കിടക്കയിലേക്ക് നോക്കി അവൻ്റെ മുഖം ചുളിഞ്ഞു. പാറു, ലല്ലു എവിടെയെന്ന്? മിണ്ടാതിരിക്കുന്ന പാറുവിനെ നോക്കി ആ ചോദ്യം ഒന്നുകൂടി ആവർത്തിച്ചു. അവള് ഭദ്രയുടെ കൂടെ. മുഖം കുനിച്ചുകൊണ്ടാണ് പാറു ഉത്തരം പറഞ്ഞത്. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് പാറു നോക്കും മുന്നേ ഹരി ഇറങ്ങിപ്പോയിരുന്നു. എല്ലാവരും ഉറക്കം പിടിച്ചു തുടങ്ങിയിരുന്നു. ഹരി ഭദ്രയുടെ മുറിയുടെ മുന്നിൽ ചെന്നിട്ട് തട്ടി വിളിച്ചു. എന്തേ ഏട്ടാ? വാതിൽ തുറന്ന ഭദ്ര അമ്പരപ്പോടെ ഹരിയെ നോക്കി. പിള്ളേര് ഉറങ്ങിയോ മോളെ? ഹരി ചോദിച്ചു. ഇപ്പോൾ ഉറങ്ങിയിട്ടേ ഉള്ളൂ. രണ്ടും കൂടി നല്ല വർത്താനവും ചിരിയൊക്കെ ആയിരുന്നു ഇതുവരെയും. കിടക്കയിലേക്ക് ഒന്ന് തലചരിച്ച് നോക്കിയിട്ടാണ് ഭദ്ര പറഞ്ഞത്. ലല്ലമോൾക്ക് ഇരുട്ട് പേടിയാണ്. പാറുവിൻ്റെ കൂടെയല്ലാതെ അവൾ ഇതുവരെയും കിടന്നിട്ടില്ല. ഇന്നിപ്പോൾ കുഞ്ഞിയെ കിട്ടിയതുകൊണ്ട് അവൾ ഉറങ്ങിയെങ്കിലും അവൾ അരികിലില്ലാതെ ഉറക്കം വരാത്തൊരമ്മ അവിടെ ഇരിപ്പുണ്ട്. അറിഞ്ഞുകൊണ്ട് നമ്മൾ അവളെ വേദനിപ്പിക്കാൻ പാടുണ്ടോ മോളെ? ഹരി നേർത്തൊരു ചിരിയോടെ ചോദിച്ചു. അയ്യോ ഏട്ടാ, ഞാൻ ലല്ലു കുഞ്ഞിയുടെ കൂടെ കിടന്നപ്പോൾ, ഭദ്ര വേവലാതിയോടെ പറഞ്ഞു. ഏയ്, അതിന് ഏട്ടന് മോളെ തെറ്റ് പറഞ്ഞതല്ല. ഇന്ന് വന്നവരല്ലേ, അവർക്കെല്ലാം അംഗീകരിക്കാൻ നമ്മൾ ഇത്തിരി സാവകാശം കൊടുത്തേ മതിയാകൂ. അമ്മയ്ക്കും മോൾക്കും. നമ്മൾ അവർക്കിടയിലേക്ക് ബലമായി കയറിക്കൂടാൻ ശ്രമിക്കരുത്. ഒരിക്കൽ അവരായി തന്നെ നമ്മളെ ചേർത്ത് നിർത്തും. മനസ്സിലാവുന്നുണ്ടോ? ഹരി അവളുടെ മൂക്കിൽ പിടിച്ചുലച്ചു. ഭദ്ര ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഗുഡ്. ഹരി അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി. ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിയുടെ തലയിൽ വാത്സല്യത്തോടെ ഒന്ന് തഴുകി. ആ നെറ്റിയിൽ ചുണ്ടു ചേർത്തു. ലല്ലമോളെ വാരിയെടുത്ത് തോളിൽ കിടത്തി. വാതിലടച്ചിട്ട് കിടന്നോട്ടോ. തിരിച്ചിറങ്ങി ഹരി പറഞ്ഞു. ഭദ്ര പതിയെ തലകുലുക്കി. ഈ ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ മോൾക്ക് ധൈര്യമായി ഉത്തരം പറയാം. അത് നിന്റെ ഏട്ടനാണെന്ന്. ചിരിയോടെ തിരിഞ്ഞു നിന്നിട്ട് ഹരിയ പറഞ്ഞത് ഭദ്രയുടെ ഉള്ളിലുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടായിരുന്നു. ലല്ലമോളെയും കൊണ്ട് കയറി വന്ന ഹരിയെ പാറു സംശയത്തോടെ നോക്കി. മോളിന്ന് നമ്മുടെ കൂടെ കിടന്നാൽ മതി. ഒരച്ഛൻ്റെ നെഞ്ചിൽ ചേർന്നുറങ്ങുന്നതിൻ്റെ സുഖം എൻ്റെ മോളെന്നറിയട്ടേടി. ലല്ലമോളെ ശ്രദ്ധയോടെ കിടക്കയിലേക്ക് കിടത്തിക്കൊണ്ട് ഹരി പറഞ്ഞു. കിടന്നോ, ക്ഷീണമുണ്ടാവും.
പാറുവിനോട് കൂടി പറഞ്ഞിട്ട് ഹരി ബാത്റൂമിലേക്ക് കയറി. ഡിം ലൈറ്റ് ഓഫ് ചെയ്യണ്ട, കുഞ്ഞ് പേടിക്കും. വാതിലടയ്ക്കും മുന്നേ ഹരി ഓർമ്മിപ്പിച്ചു. മെല്ലെ ലല്ലുവിനരികിലേക്ക് ചേർന്ന് കിടക്കുമ്പോൾ പാറുവിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഭയത്തിൻ്റെ അവസാന കണികയും അലിഞ്ഞു പോയിരുന്നു. കൂടെയുള്ളത് ഹരിയാണ്, പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഹരി. താൻ പറയാതെ തന്നെ അറിയാൻ കഴിയുന്ന ഹരി. അവനെ ഭയക്കുന്നതെന്തിന്? മനസ്സിലേക്ക് അരിച്ചെത്തുന്ന തണുപ്പിൽ പാറുവിൻ്റെ മിഴികൾ അടഞ്ഞു തുടങ്ങി. കുളി കഴിഞ്ഞ് ഹരി വന്നതും ലല്ലുവിനോട് ചേർന്ന് കിടക്കുന്നതും ഒരു കൈ കൊണ്ടവളിൽ തലോടി ചേർത്ത് പിടിക്കുന്നതും പാതി ഉറക്കത്തിൽ എന്നതുപോലെ പാറു അറിഞ്ഞിരുന്നു. അപ്പോഴും ഹരിയുടെ വിരൽത്തുമ്പ് പോലും പാറുവിലേക്ക് നീണ്ടിരുന്നില്ല.